സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് എ.കെ. ആൻ്റണിയുടെ ഒരു പത്രസമ്മേളനത്തെക്കുറിച്ചാണ്. ഞാൻ വലിയ രാഷ്ട്രീയ നിരീക്ഷകനോ വലിയ വാക്ചാതുര്യമോ ഒന്നുമുള്ള ആളൊന്നുമല്ല. പക്ഷേ ഞാൻ ഇന്നലത്തെ വൈകിട്ടത്തെ ഒരു കാര്യം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി എന്നുള്ളത് സത്യമാണ്. കോൺഗ്രസ്സിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നലത്തെ പത്രസമ്മേളനം കാരണം പ്രതിപക്ഷത്തിനെ അടിച്ചിരുത്താനായിട്ട് ഭരണകക്ഷിക്ക് കഴിഞ്ഞു, നിയമസഭയിൽ പോലും. ആൻ്റണി അനവസരത്തിലൊരു പത്രസമ്മേളനം നടത്തിയത് ഞാൻ ഇന്നലെ പറഞ്ഞത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് ഇത്രയൊക്കെ പദവി കിട്ടിയിട്ട് എല്ലാം ഉണ്ട്. അദ്ദേഹം ഇതിനു മുമ്പ് എപ്പോഴാണ് ഒരു പത്രസമ്മേളനം നടത്തിയത്? അദ്ദേഹത്തിൻ്റെ മോൻ BJPയിൽ പോയിട്ട് പത്തനംതിട്ട സ്ഥാനാർത്ഥിയായപ്പോഴാണ് പുള്ളി ഒരു പത്രസമ്മേളനത്തിന് വന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ നന്നാക്കാനല്ലേ കോൺഗ്രസ്സിനെ ഒന്ന് വെള്ളപൂശാനായിട്ടാണ് ഇന്നേരം വന്നത്. അപ്പോൾ അദ്ദേഹം ചെറുപ്പം തൊട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നേതാവായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു പുള്ളിയുടെ പ്രതിച്ഛായയാണ് പുള്ളിക്ക് വലുത്. ആ പ്രതിച്ഛായയ്ക്ക് മങ്ങലേക്കാൻ പുള്ളി സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിലാണ് ഇന്നലെ പുള്ളിയെപ്പറ്റി പിണറായി വിജയൻ നിയമസഭയിൽ ശിവഗിരിയിലും മുത്തങ്ങായും ഒക്കെ പരാമർശിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ ഇന്നലെ പത്രസമ്മേളനം നടത്തി ഇങ്ങനൊരു കുഴപ്പമുണ്ടാക്കിയത്. ഇദ്ദേഹം പത്രസമ്മേളനം നടത്തേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. എന്തെങ്കിലും പുള്ളിയുടെ വീട്ടിലിരുന്ന് ഒരു കുറിപ്പോ എല്ലാം കൊടുത്തിരുന്നതിൽ ഇത്തരം പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ ഇനി ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഇനിയും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് നേരെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് വീണ്ടും ഇതായിരിക്കുന്നത്. ഇതിനും പ്രശ്നം ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അത് അദ്ദേഹം ഒന്നും വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഇത് പരിഹരിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. കാര്യം പുള്ളിക്ക് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നതിൻ്റെ പരമാവധിയൊക്കെ നേടി. ഇനിയിപ്പോൾ എനിക്ക് ശേഷം പ്രളയം എന്ന് പണ്ട് കരുണാകരനെ പറ്റി ഇവരൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി നമ്മളൊക്കെ പറയണം, എനിക്ക് ശേഷം പ്രളയം, നിങ്ങൾ അങ്ങനെ വേണേൽ തല തല്ലി ചാവുക എന്തോടെ ചെയ്തു, പക്ഷേ ഞാൻ ചെയ്തത് നല്ലതാണ്, എൻ്റെ പ്രതിച്ഛായ നല്ലതാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലിരിപ്പ്. ഓക്കെ, ഗുഡ് നൈറ്റ്.